ഹായ് നമസ്കാരം, ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. അപ്പോ നമ്മുടെ ജീവയുടെ പനി കുറവൊന്നുമില്ല, അതുകൊണ്ട് ഇന്നും ഞങ്ങളൊക്കെ തന്നെ ആയിരിക്കും നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഐറ്റത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചകളും ഇല്ല. നിങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കാനുള്ള കിടുക്കൻ ഐറ്റംസ് ഇന്ന് റെഡിയാണ്. അപ്പൊ തുടങ്ങിയാലോ? നല്ലൊരു കൈയടി. എന്തൊരു കഷ്ടമാന്നേ. സാധാരണ ആൾക്കാർ പറഞ്ഞ മുടി അങ്ങ് പൊഴിഞ്ഞു പോവാന്ന്, ഇത് എന്റെ നേരെ വരുവാന്നല്ലോ. എന്താ പരിപാടിയാ? വന്ന് കയറുക, അതിന് മുമ്പ് പോകാൻ പറയുവാന്ന്. അയ്യോ, നിന്നോടല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ആരോടാ പറഞ്ഞേ? ഞാൻ എന്റെ മുടിയോട് പറഞ്ഞത്. രാധി ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ, ലീവിന് വന്നയാ. എന്ന് തീരും ലീവ്? ഞാൻ പോകുന്നതിന് വരെയുണ്ട് ലീവ്. അപ്പൊ ആദ്യമേ പറഞ്ഞു ഇങ്ങോട്ട് ഇട്ട് ഇല്ലേ? അതെ അതെ. ഇവിടുത്തെ കൊച്ചാട്ടൻ രാഘവൻ കൊച്ചാട്ടന് പിന്നെ ഗവി ചേച്ചിയും എന്തിയേ? ഗവിയല്ലടാ, കുമിളി. ഗവി എന്തിയെ രണ്ടുപേരും എന്തി? എടാ, അച്ഛനും അമ്മയും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ വരെ പോയേക്കുക. തൊഴാൻ പോയാണോ? അല്ല, അമ്പലത്തിന് മുമ്പിൽ കിടക്കുന്ന ചെരുപ്പ് ഇറക്കാൻ. രണ്ടാമത്തെ ആണേ. ഞാൻ പോക്കുവേ. അല്ല, നീ എന്താ ഇവിടെ? അല്ല, ഇവിടുത്തെ പൈപ്പ് കേടാ, ഒന്ന് നോക്കണമെന്ന് രാഘവൻ കൊച്ചാട്ടൻ വിളിച്ചു പറഞ്ഞായിരുന്നു. പ്ലംബിങ്ങിന് വന്നാന്നോ നീ? അല്ല, പൈപ്പ് നോക്കാൻ പിന്നെ തയ്യക്കാരൻ വരുമല്ലോ. രണ്ടെണ്ണം ഞാൻ പറഞ്ഞില്ലയോ? അടുത്ത ഒരെണ്ണം കൊണ്ട് ജോലി ഞാൻ പറയാം. വേണ്ട വേണ്ട, ഞാൻ ചോദിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഇവിടുത്തെ ബാത്റൂമിലെ പൈപ്പ് ഉറക്കുമ്പോ അതിൽ കൂടെ മാവല വരുവാടാ. പിന്നെ 1.5 ഇഞ്ചിന്റെ പൈപ്പിനകത്തോടെ മാവ് വരുമോ സ്ത്രീയെ? രണ്ടുമായില്ലേ? അതല്ല, ആ പൈപ്പൊക്കെ ഒന്ന് മാറ്റി പുതിയത് ഇടണം. ലീവിന് മുന്നേ അത് ചെയ്ത് തരണം. ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇതെല്ലാം ഞാൻ ചെയ്തോളാം. ഇതൊക്കെ നിനക്ക് ഒറ്റയ്ക്ക് സാധിക്കുമോ? പിന്നെ എന്റെ പുറം ചൊറിയാനെ കൊണ്ട് രണ്ടുപേരെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റുമോ? അതാണോ പറഞ്ഞത്? ഈ പ്ലംബിങ്ങിന്റെ പണിയൊക്കെ നിനക്ക് ഒറ്റയ്ക്ക് സാധിക്കുമോന്ന്? ഉമേഷേട്ടൻ വരും. പോയി കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് വന്നാ മതി. അങ്ങനെ പറഞ്ഞു. ഉന്മേഷമായിട്ട് വരാന്ന് പറഞ്ഞു. ഉന്മേഷമായിട്ടെന്നല്ല, എന്റെ കണ്ട്രാക്ക് ഉമേഷേട്ടൻ വരുമെന്ന്. ഓ, എന്നിട്ട് പുള്ളി എന്തിയേ? ഇവിടെ ഉണ്ടായിരുന്നു, ഓയിൽമെന്റ് തേച്ചപ്പോ മാഞ്ഞു. ആ ഒരു ചെറുപ്പക്കാരനെ തിരിപ്പിക്കാൻ നിങ്ങൾ പാടുപെട്ടിട്ട് അവന്റെ ദേഹത്തെ പുള്ളി വരെ ഒരു ക്യാരക്ടറാക്കി കൗണ്ടർ അടിക്കുക. നിനക്ക് ഭാഷയോട്ട് ഇങ്ങനെ കൗണ്ടർ അറിയാൻ. ഏത് പുള്ളിയുടെ കാര്യം ചോദിച്ചേ? നീ ഇപ്പൊ എന്താ ഉമേഷേട്ടനോ? ഉമേഷേട്ടൻ വരും. ഉമേഷേട്ടൻ പെണ്ണ് കാണാനായിട്ട് പോയിരിക്കും, അതാ താമസിച്ചേ വരത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അയാള് പെണ്ണ് കാണുവോ കെട്ടുവോ അതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ ഇവിടെ പണിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് വന്ന് പണി ചെയ്തിട്ട് കാശ് മേടിച്ചോണ്ട് പോകണം. ഇത് നേരെ കാലം നോക്കാതെ വരുന്നത് ശരിയല്ല ബിജു. പുള്ളി ഒരു ജീവിതം തേടി പോയതല്ലേ? ജീവിതത്തിന്റെ കാര്യം ബിജു എന്നോട് കൂടുതൽ സംസാരിക്കല്ലേ. ഞാൻ പറഞ്ഞേ ചേച്ചി, ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ? ചേച്ചി എന്താ ഇത്ര നാളെ കല്യാണം കഴിക്കാത്തെ? ഇപ്പൊ എന്താ പറയാനാ, മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു. വീട്ടുകാരോട് തുറന്നു പറയാനുള്ള പേടി കാരണം പറഞ്ഞില്ല, കല്യാണം നടന്നില്ല. ഒന്നുകൂടെ വെച്ചേ, ഒറ്റ പ്രാവശ്യം വെച്ചേ. 30 സെക്കൻഡ് പോയി കിട്ടി. അതെ, ഡ്യൂറേഷൻ എടുക്കാനല്ല നിന്നെ വിളിപ്പിച്ചത്. പണി ചെയ്യാൻ വന്നെങ്കിൽ പണി ചെയ്യേ. അയ്യോ, എന്തൊരു സ്ത്രീയാണ്. അല്ല, ചേട്ടാ, നിങ്ങൾ ബ്രോക്കർ ആയിരിക്കും, കാര്യം ശരി. ഇനി മേലെ എന്നെ എങ്ങും പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയില്ലേ, ഞാൻ വരുത്തില്ല നിങ്ങളുടെ കൂട്ടത്തിൽ. നിങ്ങൾക്ക് പക്കാവിടെ മുറുക്കും ഒക്കെ വേണം തന്നെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചു തരാം. എന്നെ കരിവാക്കി തിന്നാൻ വരല്ലേ? ഒരു പെണ്ണിനെ വേണ്ട എനിക്ക്, ഒരു പെണ്ണിനെ എനിക്ക് വേണ്ട. അപ്പൊ ഇന്നത്തെ പെണ്ണ് കാണലും ചീറ്റി എന്നുള്ളതാണ് ഫോൺ വിളിയുടെ സാരാംശം. എന്തുവായിരുന്നു ഇന്ന് സംഭവിച്ചത്? പെണ്ണിന്റെ അച്ഛന്റെ ചൊറിയും വർത്തമാനം. എന്തുവാ? എടാ, ഈ പെണ്ണ് ചായം കണ്ട് വന്നു, എന്റെ മുഖത്ത് നോക്കാതെ അവള് കയറി അങ്ങ് പോയി. എനിക്കറിയാം അവൾ എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന്. അയ്യോ. പിന്നെ അവിടെ അനിയത്തിക്കോ ചെന്നെ തന്നെ അങ്ങ് സൂക്ഷിച്ചു നോക്കി ചിരിച്ചോടി നിൽക്കുക. ഞാൻ അവർ അച്ഛനോട് പറഞ്ഞു ചേട്ടത്തെ കെട്ടിച്ചേരണ്ട, അനിയത്തിയെ തരാമെന്ന്. അവർ അച്ഛൻ എന്നോട് പറയുവാ, ഞാൻ കാശ് കൊടുത്ത് വെച്ചേക്കുന്ന പാവയെ നിനക്ക് കല്യാണം കഴിച്ച് തരാനാന്നോ. എന്റെ പൊന്നു ഉമേഷാണ്. അതേണ്ടേ, നിങ്ങൾ ഈ വലിയ സൗന്ദര്യമൊക്കെ നോക്കി നടക്കുന്നോണ്ടാണ് ഈ പെൺപിള്ളേരെ കിട്ടാത്തത്. എവിടുന്നേലും മനസ്സിലാക്കി ഏതെങ്കിലും പാവം പിടിച്ചതിനെ കൊണ്ടുപോ, ജീവിക്ക്. എനിക്ക് പെണ്ണ് കിട്ടില്ല അങ്ങോട്ട്. എനിക്ക് പെണ്ണ് കിട്ടില്ല. പെണ്ണിനെ കണ്ടു കിടക്കുന്നോളെ പറയുന്നത് ഞാൻ പറഞ്ഞു. എങ്ങാണ്ട് സപ്താഹം നടക്കുന്നുണ്ട്, നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ണാൻ പോണേ. വായന കേട്ടില്ലേ? സങ്കടം ഞാൻ പറഞ്ഞതാ. സങ്കടം പറഞ്ഞോ? എങ്ങാണ്ട് പണിയുടെ കാര്യമൊക്കെ പറഞ്ഞു. എന്റെ അളിയൻ ഗോവയിലല്ലേ ജോലി. പുള്ളി അവിടെ 10 ദിവസത്തെ പ്ലംബിംഗ് വർക്ക് പിടിച്ചിട്ടുണ്ട്. നമ്മളോട് ചെന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എടാ, ഈ നാട്ടിൽ ഇത്രയും പണി നടക്കുമ്പോൾ എന്തിനാണ് ഗോവയിൽ പോയി പണി ചെയ്യുന്നത്? ആണാ, ഗോവയിൽ പോയ പ്രയോജനമല്ലയോ? എന്താ പണിയും ചെയ്യാം, മതാമമാരെയും കാണാം. അല്ല, ഈ നെയ്യപ്പം നിന്നാൽ ഗുണം രണ്ടുണ്ട്. ഇതുകൊണ്ട് അറിയോ? ഇവരവിടെ ആരും ഇല്ലയോടാ? ഇവിടെ ആരും ഇല്ല. എന്നാ പണി കേട്ടാ, നമുക്ക് ഒരാളുണ്ട്. ആര്? പല്ലിയോ? അല്ലെന്ന്, രാഘവേട്ടന്റെ മോള് രാധിക. അതിനെന്താ കുഴപ്പം? എന്ത് ഒറ്റയ്ക്ക? എന്നിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങളുള്ളിടത്ത് പണിക്ക് ചെല്ലുമ്പോൾ നിന്റെ ഈ മെടപ്പങ്ങ് നിർത്തണമെന്ന്. ഞാൻ എന്താ കാണിച്ചു? എടാ, പണ്ടത്തെ വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ പണിക്ക് പോയപ്പോ കിട്ടിയത് മറന്നു പോയ നീ. അതെന്റെ ജോലിയുടെ എഫിഷ്യൻസി അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടില്ലേ? നിന്റെ എഫിഷ്യൻസി എന്താണെന്നറിയോ? അവിടെ പന്തളത്ത് പണിക്ക് ചെന്നപ്പോ വില്ലേജ് ഓഫീസറുടെ മോള് പറഞ്ഞു, ചേട്ടാ ബാത്റൂമിലെ ഷവർ വർക്കാവുന്നില്ല എന്ന്. ഞാൻ ഗ്രഹപ്പണിക്ക് ഇവനോട് പറഞ്ഞു നീ പോയി നോക്കാൻ. ഇപ്പം പോയി ഷവർ റെഡിയാക്കിട്ട് ആ കൊച്ചിനോട് പറയാ ഒന്ന് കുളിച്ചാൽ ഞാൻ നോക്കട്ടെ. അത് ഷവറിൽ കൂടെ വെള്ളം വരുന്നത് നോക്കട്ടെ എന്നാ പറഞ്ഞു. അതേ തിരക്ക് ഞാൻ ചെല്ലുമ്പോ അവിടെ കാണുന്ന എവിടാന്നറിയാമോ?
യൂറോപ്യൻ ക്ലോസറ്റിനകത്ത് അടച്ചു വെച്ചേക്കുന്ന ഇവനെ വില്ലേജ് ഓഫീസർ ചവിട്ടി കളിക്ക് കയറ്റി വെച്ചേക്കുവാ. അതിനാ വില്ലേജ് ഓഫീസർക്ക് അപ്പൊ തന്നെ പണിയും കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് നീ പോകും. എന്താ പണി കൊടുത്തു? ഞാൻ ഈ ചൂടുവെള്ളം തണുത്ത വെള്ളം വരുന്ന പൈപ്പിന്റെ കണക്ഷൻ തമ്മിലേ മാറ്റി കൊടുത്തു അവരുടെ ബാത്റൂമില്. വില്ലേജ് ഓഫീസർ ഇപ്പൊ ജോലിക്ക് സ്കൂട്ടറെ പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെ നിന്ന്. അതെന്താ? ഇരിക്കുന്നിടം വെന്തിരിക്കുവാ. ബിജുവേ, കൃത്യസമയത്ത് വന്നില്ല, നിന്നങ്ങ് വാചകം ഓടിക്കാൻ. നീ പൈപ്പ് നോക്കിക്കേ, 2 ദിവസമായി മേടിച്ചിട്ടുണ്ട്. എന്റെ ഊട്ട അടഞ്ഞു കാണും വേട്ടാവളയും കൂട് വെച്ചിട്ട്. ഞാൻ സമയത്തല്ലേ വന്നത്, അതുകൊണ്ടോ താമസിക്കുന്ന ആളെ പറയാനുള്ള കാര്യം ഞാൻ 6 മുഖത്ത് നോക്കിയാലും ഞാൻ പറയുന്നത്. അത് മുഖമല്ലേ? അതെ, ഉമേഷ് എവിടെ വീട്? വീട് അതിനകത്താന്നോ? അല്ല, ഹരിപ്പാടാ വീട്. ഹരിപ്പാട്. അതെ, ബാത്റൂമില് ഞാൻ രാവിലെ പോയായിരുന്നു. അല്ല അതല്ല, ബാത്റൂമിലെ കാര്യം ഞാൻ ബിജുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാത്റൂമിലെ ടാപ്പ് പൊട്ടിക്കണം. ഞാൻ വന്ന് ശരിയാക്കി. വേണ്ട വേണ്ട അല്ല, വേണ്ട, ഉമേഷ് ശരിയാ. അല്ല, അവന് പണി അറിയാം. പണിക്ക് കൊണ്ട് നടക്കുവാന്നോ? പണി പഠിപ്പിക്കാൻ? അല്ല, പിന്നെ അവരുടെ വീട്ടിലെ ഉച്ചക്കത്തെ ഒരു ഊണ് ലാഭിക്കാൻ കൊണ്ട് നടക്കുക ഇവനെ. അല്ല, ഉമേഷ് ചെയ്താ മതി. ഞാൻ ചെയ്തത്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ. വിളിക്കണം. ആ മുടുക്കുമ്പോ കയറി അങ്ങ് പോകാൻ വയ്യായിരുന്നു. എന്തെങ്കിലും തോന്നിയോ? എന്താ തോന്നുന്നത്? രാധികച്ചിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും തോന്നിയോ? എന്താ തോന്നാൻ? എനിക്ക് തോന്നി. എന്താ? കൊളുത്ത് വീണിട്ടുണ്ട് മോനെ. മര്യാദക്ക് പണിയടാ. ഉണ്ടെന്ന് പണിയടാ പോയി. സത്യമായിട്ട് ഉണ്ടെന്ന്. നീ ആവശ്യമില്ല, എന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്നു ഇവിടെ. ഞാൻ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ട വിട്ടേക്കപ്പ. എനിക്ക് പെണ്ണുങ്ങൾ വേണ്ട, എനിക്ക് കല്യാണം കഴിക്കണ്ട. ആവശ്യമില്ലാത്ത കാര്യം പറയല്ലോ. ഇഷ്ടമല്ലയോ? പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് എന്നെ ചുമ്മാ എരികയറ്റില്ല കേട്ടോ. ഞാൻ നേരത്തെ പറയാം. ഒരു കാര്യം ചെയ്യും, ഈ പൈപ്പ് ഒരടിക്ക് മുറിക്കുക. മനുഷ്യൻ ഒരു ഉപകാരം ചെയ്യട്ടെന്ന് പറഞ്ഞപ്പോ ഒരടിക്ക് മുറിക്കാനാണ് പറഞ്ഞേ. പിന്നെ എടാ പൊട്ട, ഒരടി അളവില് ഈ പൈപ്പ് മുറിക്കാനാ പറഞ്ഞ, അല്ല തല്ലി പൊട്ടിക്കാനല്ല പറഞ്ഞത്. അതാ പറഞ്ഞത്. അത് കറക്റ്റ് പറയണ്ടേ. മുറിക്കാതെ. കുഞ്ചാക്കോ ബാബുനെ പ്ലംബിംഗ് പണിക്ക് കൊണ്ടുവന്നേക്കുന്നു. കുഞ്ചാക്കോ ബാബു വായിൽ വായിച്ചു കഴിഞ്ഞോ? ഇതെങ്ങനെ മുറിക്കുന്നത് അറിയാം. ഞാൻ കാണിച്ചാലും മുറിക്കുന്നത്. ഇതിൽ പിടിക്കണം. ഇതിന് പിടിച്ചിട്ട് ഇങ്ങനെ മുറിക്കണം. ഇതിന് ശബ്ദം കേൾക്കുന്നത്. ഇത്ര നിങ്ങളത് മുറിച്ച് ഇങ്ങനെ കണ്ടാ. അടിപൊളി. ഈ ചെറിയ പീസ് ഞാൻ വീട്ടിൽ കൊണ്ടുപോവേ. അതിനാ? അല്ല, എന്റെ അടുക്കള മൊത്തം വെള്ളത്തിലാ. നീ അന്ന് അറബിക്കടലാണ് എന്റെ അടുക്കള ഇരിക്കുന്നത്. അതല്ല, നീ മഴ പെയ്യുമ്പോഴേ ഈ അടുക്കള കെട്ടിക്കിടക്കുന്ന വെള്ളം പുറത്തോട്ട് പോകാനൊക്കെ ഇത് വെക്കാൻ. അത് ഈ പൈപ്പ് പിടിച്ചിട്ട് കാര്യമില്ല. പിന്നെ പൊട്ടി ഓട് മാറ്റണം അങ്ങോട്ട്. അങ്ങനെ ഉണ്ട്. ഒരു കാര്യം, ബെൻഡ്. നീ പറ്റാനല്ല പറഞ്ഞേ. ആ ബെൻഡ് വളഞ്ഞെടുക്ക്. ഇതാന്നോ പണ്ട് പട്ടിയുടെ വാലയിലിട്ട കുഴല് വളഞ്ഞിരിക്കുന്നു. അത് ശരി. ഞാനൊരു ഇത്രയും പൈപ്പ് വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ കുഴപ്പമില്ല. നിങ്ങളുടെ അപ്പൂപ്പന് കുത്തി നടക്കാൻ വടി ഉണ്ടാക്കും അല്ലേ? അപ്പൂപ്പന് കുത്തി നടക്കാനാണോ? പിന്നെ ഈ ടാപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയാ. സൊല്യൂഷൻ ഉണ്ടോടാ? പിന്നെ ഏത് പ്രശ്നത്തിന് സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അണ്ണ എന്നോട് പറയണേ. അതല്ലെന്ന് പശ എടുക്കാൻ. പശ ഇതിനകത്തുണ്ട്. അതിന്റെ വാ തുറക്കാനല്ല, ഇതിന്റെ വാ തുറക്കാനാ പറഞ്ഞത്. എന്താ കിട്ടിയാലും അണ്ണാക്കിലോട്ടൊക്കെ കേറ്റു അങ്ങോട്ട് തുറക്കാൻ നോക്കിയതാ. എടാ, ഇത് വലിയ പശയാ. ഇത് വായ പിടിച്ചാൽ നിന്റെ വായിൽ നിന്ന് ഒട്ടും മെഡിക്കൽ കോളേജ് കൊണ്ട് കീറണം ഈ വാ തുറക്കണമെങ്കിൽ. അത്രയ്ക്കും കടുപ്പമുള്ള പശയാ അത്. നീ പോ, ആവശ്യമില്ല. ഭയങ്കര ടൈറ്റാ സാധനം. അയ്യോ, എന്റെ തൊടയൊട്ടിടാ. തൊടയൊട്ടി. ഞാനിനി എങ്ങനെ ചട്ടിയിടും? എങ്ങനെ ഒരു പിന്നെയും എന്താ ചെയ്യണോ? അയ്യോ, പുകയില്ലേ. അടിപൊളി ശില്പം. ശോഭായാത്രയ്ക്ക് പോകാൻ നിൽക്കണോ ഞാൻ? ചെയ്യുന്നത് അണ്ണാ, രാധിക ചേച്ചി ഇങ്ങോട്ട് വന്ന് കണ്ടാൽ നാണക്കേടാവേ. ഒരു കാര്യം ചെയ്യ്, അപ്പുറത്തൊരു തടിമില്ലുണ്ട്, പോയി കീറിയാച്ചുമ്പോ കുട്ടിയിലെ കുതിര. എന്റെ പൊന്നു ചേച്ചി ഒറ്റ മിനിറ്റ് നേരത്തെ വന്നായിരുന്നു. നല്ല കിടുക്കം കാഴ്ച കണ്ട് തല വലിച്ചിരിക്കായിരുന്നു. എന്തായിരുന്നു ആ പുള്ളി? ഈ പശേ ഞാൻ തുറന്നു കൊടുക്കാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു വേണ്ട, ഞാൻ തുറന്നോളാം എന്ന് പറഞ്ഞ് ആശാൻ കളിച്ചതാ. ഇവിടെ വെച്ച് തുറന്ന് പശയെല്ലാം കൂടെ വീണ് മുട്ടൊട്ടി കൊണ്ട് പോയ പോക്കുണ്ടോ? ഒരാൾക്ക് ആപത്ത് വരുമ്പോഴാണ് ബിജു ഇങ്ങനെ ചിരിക്കുന്നത്. അല്ല, ഞങ്ങള് പണി സൈറ്റിലെ ആയിക്കോട്ടെ, ഒരാൾക്ക് ഒരു ആപത്ത് വരുമ്പോഴല്ലേ ബിജു ഇങ്ങനെ ചിരിക്കേണ്ടത്. അല്ല, ഞങ്ങള് നിന്നെ പണിക്ക് കൊണ്ടുവരുന്ന 10 പൈസ നിനക്ക് കിട്ടുന്ന കാര്യമല്ലേ? അതാണു. അപ്പൊ നീ ചിരിക്കരുതായിരുന്നു. ആയിക്കോട്ടെ, ശരിയാ. ഇത് നിനക്ക് മോന്താനുള്ള, ഇത് നിനക്ക്, ഇത് ഉമേഷ് വരുമ്പോ കൊടുത്തേക്കണേ. ഒന്നുകൂടെ എങ്ങനെയാണത്? ഇത് നിനക്ക് കൂച്ചാൻ.
ഇത് ഉമേഷ് വരുമ്പോ കൊടുത്തേക്കണേ. ഓ ശരി. ആയിക്കോട്ടെ. വരുമ്പോ ഒന്ന് വിളിച്ചേക്കണേ. പിടിക്കും, രണ്ടിനെയും പിടിക്കും. ഇത് ഉമേഷിന് കൊടുത്തേക്കണേ. ഇത് നിനക്ക് മോശം. ഉമേഷ് അങ്ങനെ പാസ്വേഡ് അങ്ങോട്ട് ബാക്ക് കൊടു. പന്ത് കിട്ടുമല്ലോ. എന്താ പത്ത് കിട്ടും? ഇത് അടുപ്പിക്കാൻ പറ്റത്തില്ല, മുട്ടുമ്പോ നീറ് വേണം. എന്താ ചെയ്ത് എന്താ ചെയ്ത് ചായ കൊണ്ടുവച്ചേക്കുന്ന എടുത്ത് കൂച്ചാട്ട്. എനിക്ക് വേണ്ട ചായ ഒന്നും വേണ്ടടാ, പോകാതിരിക്കുവാടാ. സ്പെഷ്യൽ ചായ വേണേ എടുത്ത് കൂടി. സ്പെഷ്യൽ ചായയോ? ആ എന്താ സ്പെഷ്യല്? അത് എനിക്ക് തന്നപ്പം ഇത് നിനക്കുള്ളത്, ഇത് ഉമേഷിന് കൊടുക്കാൻ. എന്താ? എനിക്ക് ചായ തന്നപ്പോഴേ ഇത് നിനക്കുള്ളത്, ഉമേഷിന് കൊടുക്കണേ ഈ ചായ എന്ന് കേട്ടിരിക്കുന്നു. സ്പെഷ്യൽ ചായ എടുത്തു. നിനക്ക് വയ്യായോ? നിനക്ക് തീരെ സുഖമില്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. ഞാൻ പറഞ്ഞില്ലേ കൊളുത്ത് വീണിട്ടുണ്ടെന്ന്. എന്താ കൊളുത്ത്? ഒരു കൊടുത്ത് നമ്പരാക്കുന്ന പണിയാണ്. ആ പോട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ചായ ചായ തോണ്ടിരിക്കുന്ന എടുത്തു കൂടി. അതല്ല, ചായ കൊണ്ട് തന്നപ്പോഴേ ചായ കൊണ്ട് തന്നിട്ട് പോയി. കാര്യം ശരിയാ. ചായ കൊണ്ട് തന്നപ്പോഴേ നിനക്ക് എങ്ങനെ ചായ തരണം എന്ന് പറഞ്ഞേ? ഓഹോ, ഒന്നുകൂടെ കേക്കാൻ. അല്ല, അത് ഒന്ന് പറഞ്ഞതാ. ഇത് നിനക്കുള്ളത്, ഇത് ഉമേഷിന് കൊടുക്കണേ. ഞാൻ പറഞ്ഞില്ലേ എന്തുവാ? ഞാൻ പറഞ്ഞില്ലേ കൊളുത്ത് വീണിട്ടുണ്ടെന്ന്. വേണ്ടേ, മനസ്സ് വെച്ചാൽ പണി കഴിഞ്ഞ് വൈകിട്ട് പോകുമ്പോ കൂടെ കൊണ്ടുപോവാം. ടൂൾസ് ആണോ? ടൂൾസ് അല്ലെന്ന് രാധിയേച്ചിയെ ആന്ന് പോ. ഇങ്ങോട്ട് നോക്കേ, ഞാൻ വേണേ മാറി തരാൻ. സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ല. ഒന്ന് ഒട്ടി നോക്ക്. വേണല്ലേ, ഞാൻ കിണറിന്റെ മോട്ടർ നോക്കിയിട്ട് വരാമേ. ഞാൻ മാത്രം പോവാണേ. ഓ എന്റെ ദൈവമേ, പറഞ്ഞിരുന്നല്ലോ സത്യം ഉണ്ടോ? അധികേ ഇരുമയും ഒരു മനസ്സും ഈറനാമീരാവുകളും ഇതളിതളാൽ തേച്ചൊരിയും ഈ നിലാവും പൂവുകളും തഴുകിമയങ്ങും മധുരിമയിൽ നിൻ ഹൃദയശലഭം ഉണരുമോ? മതിവരുവോളം നുകരുമോ? ഇരുമയും ഒരു മനസ്സും എന്താണ് ഈ നേരത്തെ പറയാൻ ചെയ്തു? എന്താ കാണിക്കുവാ? അയ്യോ, ISI മുദ്ര ഉണ്ടോ നോക്കിയതാ. ISI മുദ്ര വേണ്ട, ചുണ്ടത്തിൽ ആയല്ലോ തോന്നുന്നു. എന്തോ ഒരു മനസ്സിന് എന്തോ ഒരു എന്റെ പൊന്നെണ്ണ, ഞാൻ മാറി തന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും. എന്താ അകത്തോട്ട് എന്ന് ചോദിക്ക്. എന്താ ചോദിക്കാ? ഇഷ്ടമാണോ, കൂടെ വരുമോന്ന് ചോദിക്ക്. അങ്ങനെ പറ്റത്തില്ലേക്കാ. എല്ലാവരും വീട്ടിൽ വന്നിട്ട് ഇഷ്ടമാണെന്നൊക്കെ ചാടി കയറി ചോദിക്കാം. വീട്ടിൽ പോകാനുള്ള അകത്ത് കയറാനുള്ള വകുപ്പുണ്ടാക്കിയാ പോരെ. എന്താ കുഴപ്പമുണ്ടാക്കിയത്? ഇച്ചിരി വെള്ളം കൊണ്ടുതരാൻ പറ. വെള്ളം വേണ്ട, ഒരു കുപ്പി വെള്ളം ഇട്ടിരിക്കില്ലേ, പിന്നെ എന്തിനാ കൊണ്ട് കൊടുക്കാൻ വന്നത്? ഇതോ? ആ. അതിനാണോ പരിഹാരമില്ലാത്ത? ചോദിക്കണം, ചോദ്യം ധൈര്യമായിട്ട് വരും. കുപ്പിയുടെ അടപ്പുറ സൗണ്ട് ആണ്. രാധു. ആ എന്തുവാ? രാധു. ഓ, അപ്പൊ കയ്യിലുണ്ട് സാധനം. ഇറക്കാൻ മടിയായിട്ടാ. രാധുവേ, രാധു. രാധു ഇതൊന്നും വിളിച്ചാൽ കേൾക്കത്തില്ല. അവരുടെ യഥാർത്ഥ പേര് വല്ലതും. രാധികേ, എന്തോ ആ കുറച്ച് വെള്ളം തരുമോ കുടിക്കാൻ? ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല. മോട്ടർ കേടായിട്ട് എത്ര ദിവസമായി. അതിനല്ലേ നിങ്ങളെ വിളിച്ചത്? കുടിക്കാൻ വെള്ളം എടുത്ത് കളഞ്ഞിട്ട് നീ എന്തോടത്ത് കുടിക്കും? കുടിക്കുന്നത് എന്തോലും കുടിക്കാം, പക്ഷെ നമ്മൾ എങ്ങനെ അങ്ങോട്ട് കയറും? ഐഡിയ എന്തുവാ ഇത് കേട്ടോ. അതിട്ടോട്ട് ഞാൻ കയറി ചെല്ലാനോ? അതല്ലെന്ന്. ഇതേ ദേ, മഴ വരുന്നു, നനയാതിരിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് കേട്ടോ. ഈ പരോപകാരം ചെയ്യുന്ന, പ്രത്യേകിച്ച് വീട്ടുപണി ചെയ്യുന്ന ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ്. എന്നാ ഞാൻ കൊണ്ട് കൊടുക്കും. അല്ല, ഞാനല്ല. എന്തായിരുന്നു? മഴ വരുന്നതിന് നല്ല വെയില്. നല്ല വെയില്. അതിന്റെ വെയിലത്ത് ഇതിന്റെ നിഴലടിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ അമ്മൂമ്മ വന്ന് നിൽക്കുമായിരിക്കും. അമ്മൂമ്മ പേടിയാണോ? അപ്പൊ അമ്മൂമ്മ ഇഷ്ടമായിരിക്കും അല്ലയോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്ത് പറ്റി? ഒന്നുമില്ല. അങ്ങനെ വാതർന്നങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? അങ്ങനെ എന്നെ വായങ്ങട്ട് പണി ഏൽപ്പിച്ചിട്ട് രണ്ടു തോളും ചുമ്മാ ഇരിക്കട്ടെ. അങ്ങനെ താങ്ക്സ്. ആ താങ്ക്സ് കേട്ടോ. എന്ത് താങ്ക് യു എന്ന് പറയേണ്ട കാര്യമേ ഉള്ളൂ. അവിടെ താങ്ക്സ്
ഇത്ര നീട്ടേണ്ട കാര്യമുണ്ടോ? എന്റെ മനുഷ്യ, നിങ്ങൾ കോൾ അടിച്ചിരിക്കുക. പുകയുന്ന കണ്ട ഇതില്ലേ അതാ അടുപ്പ് പോയത്. അതാ പറഞ്ഞത്. ഇപ്പോഴേ അടുക്കളയില് കഞ്ഞി വെച്ചോണ്ടിരിക്കുകയാണ്. ആ പുക കണ്ട അറിയാം, ചിമ്മിനി കൂടെ വരുന്നത്. അവിടെ ചെന്നിട്ട് പുറകെ കൂടെ ചെന്ന് ഇങ്ങനെ ഒരു പിടി ഒറ്റ ഉമ്മ ഐ ലവ് യു. ഒരു വീട്ടിൽ കയറി ചെന്ന് പെണ്ണിനെ കയറി കെട്ടിപ്പിടിക്കുക. അണ്ണാ എവിടെ പോയത്? ഇനി വീണ്ടും മണ്ഡലം കാണാൻ കയറിയോ? അതൊക്കെ ഇന്നലെ ശരിയാക്കിയായിരുന്നു. നമുക്ക് ഗോവ ഗോവയിലോ? ഗോവയിലെ പണി വേണ്ടത് ഈ ആളീനെ വിളിച്ച് പറഞ്ഞു. അല്ല, നമുക്ക് അവിടെ പോയി അവർ ചുമ്മാ ചെയ്ത് കൊടുക്കാം. നമുക്ക് നിങ്ങൾക്ക് ഇതെന്താ പറ്റിയെന്ന്? ഞാൻ മാത്രമല്ല അറിയത്തില്ലയോ? വൃത്തിയോട്ടം വന്ന് കാണിച്ചെന്തോന്നറിയോ? ഞാൻ അടുപ്പിൽ ഊതിക്കൊണ്ടിരുന്നപ്പോ ഇങ്ങനെ എന്തോ ദുരുദ്ദേശത്തിന് വന്ന വെറുതെ വിട്ടില്ല. മോന്തയ്ക്ക് നല്ലൊരു കുത്തു കൊടുത്തിട്ടുണ്ട്. എന്റെ ദൈവമേ, ഏത് പണി സ്ഥലത്ത് പോയാലും ഈ പുള്ളി ഇങ്ങനെയുള്ള മാസം എന്തൊരു കഷ്ടമാണ്. പണിയെല്ലാം കളയാനാണ്. ഞാനെന്തോ കാണിച്ചത്? ഇവൻ പറഞ്ഞു എന്നോട് നിങ്ങൾ സ്നേഹവും ഭയങ്കരമായിട്ട് ചായ എന്നൊക്കെ പറഞ്ഞാ കണ്ട. ഇത് ചേച്ചിയുടെ ഭാഗത്തോണ്ട് കുറ്റം. ചേച്ചി എന്തിനാ ഉമേഷ് എന്ന് പറയുമ്പോ പ്രത്യേകിച്ച് ഒരു ടോണ്, പ്രത്യേകിച്ച് ഒരു ശൈലി, അങ്ങനെ ഞാനും തെറ്റിദ്ധരിച്ചു ഉമേഷ് ഏട്ടന് ഇഷ്ടമായിരിക്കും. എടാ, അത് നീ ഉദ്ദേശിച്ച ഇഷ്ടമല്ല. പണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയൊരു ആങ്ങളയുണ്ട്, അതേ മോച്ചാതെ അയ്യാക്ക്. ആ ഒരു ഇഷ്ടത്തിലാണ് ഞാൻ ഇയാൾക്ക് ചായ ഒക്കെ കൊടുത്തത്. ഇറങ്ങിപ്പോയാലും തൊള്ളി വെച്ച് കുത്തി ഇറങ്ങിയായിരിക്കും നിങ്ങൾ. എനിക്കൊരു കാര്യം മനസ്സിലായി. നമുക്ക് എല്ലാവർക്കും ഓരോ ജന്മ ഉദ്ദേശങ്ങളുണ്ട്. അണ്ണൻ ജനിച്ചപ്പോ തന്നെ അണ്ണനുള്ളത് എവിടെയെങ്കിലും ജനിച്ചു കാണും. ഉദാഹരണം ഞാൻ പറയാം. കംസനെ കൊല്ലാൻ കൃഷ്ണൻ ജനിച്ചു, രാവണനെ കൊല്ലാൻ രാമൻ ജനിച്ചു. അങ്ങനെ ജന്മ ഉദ്ദേശങ്ങളുണ്ട് എല്ലാവർക്കും. എന്നെ കൊല്ലാനാന്നോടാ മുട്ടി ഞങ്ങളാ നീ ജനിച്ചത്. ചിലപ്പോ മിക്കവാറും. അജേഷ്, മനോജ് ആൻഡ് സുമി, ഒരു നല്ല കൈഡി കൊടുക്കാം. നല്ല കൈഡി കൊടുക്കാം. നിങ്ങളുടെ ഇന്നത്തെ ഈ സ്കിറ്റിനെ കുറിച്ച്, ഇന്നത്തെ ഈ പെർഫോമൻസിനെ കുറിച്ചുള്ള കമന്റ്സ് നമുക്ക് കേൾക്കാം. ആദ്യം നമുക്ക് ബിജുക്കുട്ടനും തുടങ്ങാം. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. ഷാജോൻ, എനിക്ക് പറയാനുള്ളത് പത്തനംതിട്ട ജില്ലക്കാരിപ്പോ കലക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. നിങ്ങൾ എവിടെയൊക്കെയാണെന്നൊന്ന് പറയുമോ? കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാല്. റാന്നി. ഞാൻ പത്തനംതിട്ട വലഞ്ചുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വലഞ്ചുഴി എന്നാണ്. സുമി? പന്തളം. ഭയങ്കര രസമുണ്ട് നിങ്ങളുടെ ആ സംസാരവും കാര്യങ്ങളൊക്കെ. അപ്പൊ നേരത്തെ വന്നിട്ടുണ്ട് പത്തനംതിട്ടക്കാർ, പക്ഷെ ഇത്രയും ഹൈപ്പിലോട്ട് എത്തിയിട്ടില്ല. ഇപ്പൊ ഈ സ്കിറ്റിനെ കുറിച്ച് പറഞ്ഞാൽ നല്ല ഗംഭീര സ്കിറ്റായിരുന്നു. ഒരുപാട് തമാശകൾ ഉണ്ടായിരുന്നു. അതുപോലെ റൊമാൻറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കത് കൺവിൻസിങ് ആയിരുന്നു. ക്ലൈമാക്സ് ഒക്കെ നന്നായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ വെള്ളം ചോദിക്കാൻ പോകാൻ മടിയുണ്ടായിരുന്നു, ഈ ചുരിദാറ് കൊടുക്കാൻ മടിയുണ്ടായിരുന്നു, പേര് ചോദിക്കാൻ മടിയുണ്ടായിരുന്നു, പുറകെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാൻ പോയപ്പോ നേരെ പോയി കയറി കൊടുത്തു. ഗംഭീരായിരുന്നു. ബാക്കി പറയൂ. ഇവിടുത്തെ ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നേരത്തെ വന്ന, അതായത് നമ്മൾ തുടങ്ങിയ ആ സമയത്തൊക്കെ സ്കിറ്റുമായിട്ട് വരുന്നവർക്ക് ഒരു ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നു. നമ്മൾ ഇത് മതിയാകും, ഇത് ചെയ്താൽ മതിയാകും എന്നൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ പലരും വന്ന് നമ്മുടെ വേദിയിൽ വന്നത് ചെയ്തിട്ട് അതിൻ്റെ അകത്തെ പോരായ്മകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇത് ഇന്ന രീതിയിൽ ചെയ്താൽ നന്നാകും, ഇന്നതൊക്കെ മാറ്റണം എന്ന്. അതിൽ 100% ആർട്ടിസ്റ്റുകൾ അത് വിലക്കെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ എടുത്ത് പുതിയ പുതിയ ഐറ്റങ്ങൾ കണ്ടുപിടിച്ച് വാശിയായി ആർട്ടിസ്റ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾ 3 പേരും ആദ്യം വന്ന ആ സ്റ്റൈലിലേ അല്ല ഇപ്പം നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരുപാട് മാറി, ഒരുപാട് ലൈവായി സംഭവം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഈ സ്റ്റേജിൽ നമ്മൾ ഇത് കൊടുത്താലേ നമ്മുടെ പ്രേക്ഷകരെടുക്കൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതാണ് ഈ ഐറ്റം വേറെ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ വിജയം. എന്തായാലും ഇത് വളരെ മനോഹരമായിരുന്നു. നല്ല ലൈവ് സ്കിറ്റായിരുന്നു. ഇതിൻ്റെ അകത്ത് വലിയ ബഹളം ഒച്ച ഒന്നും വേണ്ട. ആ ആക്ടിങ്ങും ആ മൂവിങ്ങും ആ നോട്ടവും അതൊക്കെ മതി. എല്ലാവരും 3 പേരും പക്ക കൊട്ടാണ്. സുമിയൊക്കെ പിന്നെ തകർത്ത് വാരുക. സുമി എപ്പോൾ കയറിയാലും ഓരോ പടി മുമ്പോട്ട് വരുവായി. അതേപോലെ തന്നെ മനോജിൻ്റെയൊക്കെ സ്റ്റൈലേ മാറി. ഭയങ്കര രസമാണ്. അതേപോലെ അജേഷ്, എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട് വരികയാണ്. അതിൽ നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങളും സന്തോഷിക്കുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം ഗംഭീരമായിട്ട് വീണ്ടും വരിക. ഓൾ ദി ബെസ്റ്റ്. എന്ത് രസമായിരുന്നു അറിയോ നിങ്ങൾ അവിടെ നിന്ന് പെർഫോം ചെയ്യുന്ന കാണാൻ. ഉഗ്ര സ്കിറ്റായിരുന്നു. സുമി, പിന്നെ സുമിയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമിയെ വെച്ചൊരു സ്കിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് സൂപ്പർ ഹിറ്റായിരിക്കും സുമി. കാര്യം ഫസ്റ്റ് തന്നെ സുമി അതങ്ങ് ഏറ്റെടുക്കുകയാണ്. എന്താണ് നമ്മൾ കാണാൻ പോകുന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ സുമി അങ്ങ് തരും. ആ സുമി ആ മുടി വെച്ചിട്ട് ആ വിട്ടതും കാര്യങ്ങളിലും ഒക്കെ നമ്മളൊരു ചെറിയ ചിരി വന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളങ്ങ് ഇന്ന എന്നുള്ളതാണ്. മനോജെ, ഒരു ഉഗ്രം കൈഡി മനോജിന് വേണം. കാരണം
മനോജ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പലരും പറഞ്ഞു നമ്മുടെ പിന്നെ രായപ്പൻ ചേട്ടൻ അമ്പീച്ച് ആരോ വന്നപ്പോഴൊക്കെ പറഞ്ഞു ഇങ്ങനെ രായപ്പൻ ചേട്ടൻ്റെ രായപ്പൻ ചേട്ടൻ്റെ ഒരു ശൈലി. അപ്പോഴൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് ശരിയാണ്. ഞാൻ വിചാരിച്ചു ഇനി ഇദ്ദേഹം കോട്ടയംകാരനായിരിക്കും, അതുകൊണ്ടാണോ ഇനി ഇങ്ങനെ. പക്ഷെ അവിടുന്ന് മനോജ് ഇങ്ങനെ വന്ന് ഒരു കഴിഞ്ഞ ഒരു 2-3 സ്കിറ്റുകൾ, ഒരു 3-4 സ്കിറ്റുകളായിട്ട് മനോജ് അമ്പരപ്പിക്കുന്ന പെർഫോമൻസ് ആണ് മനോജിൻ്റെ ഭാഗത്ത്. അത് ഗംഭീര ഒരു എന്താണ് ഒരു ചേഞ്ചാണ് മനോജിന് വന്നിട്ടുള്ളത്. ഓരോ ക്യാരക്ടേഴ്സിൻ്റെ വേണ്ടിയിട്ടും നിങ്ങൾ അതുപോലെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. നല്ലൊരു ഐഡിയ അതിന് വേണ്ടിയിട്ടുണ്ട്. അടിപൊളി. അജേഷിനെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഇന്ന്. കാര്യം ഓരോ സാധനങ്ങളും ആ ഗ്യാപ്പ് ഇടുമ്പം ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു ഇനി മറന്നുപോയി, ഇനി തെറ്റിയിട്ടാണോ. പക്ഷെ അതല്ല, നിങ്ങൾ അവിടെ ഇരുന്ന് നിങ്ങളൊരു ആക്ടിങ് ആയിരുന്നു. അത് വളരെ രസമായിട്ട് തോന്നി. അജേഷിന് നല്ല ചേഞ്ച് ഉണ്ട്. അജേഷ് ആദ്യമൊക്കെ വരുമ്പോഴീ പറഞ്ഞതുപോലെ ബോഡി ലാംഗ്വേജിലൊക്കെ ഒരു ഞെട്ടുമ്പോൾ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ, പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ നാച്ചുറലായിട്ടാണ് ഇപ്പം ബിഹേവ് ചെയ്യുന്നത്. എന്തായാലും 3 പേരും നിന്നിട്ട് ഗംഭീരമായിരുന്നു. നമ്മൾ ആ വീട്ടിലുണ്ടായിരുന്നു. എനിക്ക് അവസാനം വരെ ഇവർ രണ്ടുപേരും ഒന്ന് കല്യാണം കഴിച്ച് കാണണം എന്ന് ആഗ്രഹിച്ചു പോയി. അല്ല, ഒരു പ്രണയമൊക്കെ നമ്മൾ ഫീൽ ചെയ്തായിരുന്നു. ഇവർ തമ്മിൽ മുമ്പെങ്ങാനും പ്രണയിച്ചിരുന്നവരാണ് എന്നൊക്കെ അല്ലാതെ പണ്ട് പുറപ്പെട്ടു പോയ അത് വേറൊരു കാര്യമാണ് പറയുന്നത്. പുറപ്പെട്ടു പോയ ആങ്ങളെ പോലെ തോന്നി. അതെ, ഞങ്ങൾ ആരും വിചാരിക്കാത്തൊരു ക്ലൈമാക്സിലോട്ടാണ് വന്നത് അല്ലേ. അതൊക്കെ എല്ലാം കൊണ്ടും ഗംഭീരമായി. എന്താണ് ഫാമിലിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മുടെ പ്രോഗ്രാംസ് കാണാറുണ്ടോ അവര്? കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടോ? 3 പേരുടെ ഫാമിലി ഉണ്ടോ? ഉണ്ടോ? ഒന്ന് വിളിക്ക് പ്ലീസ്. സ്റ്റേജിലോട്ട് വിളിക്ക്. അവരുടെ കയ്യടിയെക്കാട്ടിലും കൂടുതൽ ഞങ്ങളുടെ നെഞ്ചിനകത്ത് പ്ലീസ്. അപ്പം 3 പേരുടെയും ഫാമിലി ഒന്ന് വേദിയിലേക്ക് വരൂ പ്ലീസ്. അടിപൊളി. ഇത് നമ്മൾ വെറുതെ ഒന്ന് മനസ്സിലൊന്ന് ആഗ്രഹിച്ചുള്ളൂ, അപ്പോഴത്തേക്ക് നിങ്ങൾ വന്നു എന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. അജേഷ് ഒന്ന് പരിചയപ്പെടുത്തുവോ ഫാമിലിയെ? ഇത് വൈഫ്, പേര് അനഘ എന്നാണ്. അനഘ എന്ത് ചെയ്യുന്നു? ഇത് മകൻ, മൂത്ത മകൻ. മോന്റെ പേരെന്താ പറഞ്ഞേ? അടിപൊളി. എന്നാണ്. അവർ 2 കൊല്ലം കഴിയുമ്പോൾ നന്നായിട്ട് പറഞ്ഞു തരും. ഇത് മോള്. അവയുടെ പേരെന്താ? നിതാര. 6 മാസം ആയതേ ഉള്ളൂ. ഭർത്താവിന്റെ ഈ പരിപാടി വീട്ടിൽ ഇരുന്ന് കാണാറുണ്ടോ? ഉണ്ട്. അപ്പൊ എന്താണ് ഉള്ളിലുള്ള ഒരു തോന്നൽ ഇത് കാണുമ്പോ? സന്തോഷം. ആധാർ എഴുത്ത് ഓഫീസിൽ അവരൊക്കെ കാണാറുണ്ടോ? അവരൊക്കെ എന്ത് പറയും ഓഫീസിൽ ചെല്ലുമ്പോ? നല്ല പ്രോഗ്രാം എന്ന് പറയുന്നുണ്ട്. നല്ല പ്രോഗ്രാം എന്ന് പറയാറുണ്ടല്ലേ. എന്റെ ഫാമിലി മനസ്സിലായി. അവര് പേരെന്താ? എന്റെ പേര് അജിത്ത് എന്നാണ്. അജിത്ത് എന്താ ചെയ്യുന്നേ? എനിക്ക് വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പ് എവിടെ? അവിടെ ഹരിപ്പാട് തന്നെയാണല്ലേ. ഓക്കെ. മക്കളുടെ പേര് പറഞ്ഞേ? ആദിദേവൻ. അടിപൊളി പേര്. നിന്റെ പേരെന്ന് പറ. വീട്ടില് വേറെ കലാകാരന്മാരോ കലാകാരികളോ ഒക്കെ ഉണ്ടോ? അമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ്. ഞാൻ ഇതുവരെ എവിടെയും പറയാൻ വിട്ടു പോകുന്ന, അല്ലാതെ അമ്മയോട് കുശുമുണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. അമ്മ പറഞ്ഞ അമ്മ പേരെന്താണമ്മ? എന്റെ പേര് സുശീല. അമ്മ എന്ത് ആർട്ടിസ്റ്റ് ആയിരുന്നു? നാടകത്തിലും നൃത്ത നാടകത്തിലും 23 വർഷമായിട്ട് ഇപ്പോഴുണ്ടോ? ഇപ്പം ശാരീരികമായിട്ട് എനിക്ക് അസുഖമൊക്കെ ആയതുകൊണ്ട് ഉറക്കമുളക്കി. അപ്പൊ അതിന്റെ ബാക്കിയാണ് സുമി സാറ് ഈ ഫീൽഡിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് അവള് കലാപരമായിട്ട് അവക്ക് ഒരു ഇതും ഇല്ലായിരുന്നു. നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടില്ല? അല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്തായാലും അവള് ഒന്നും നാടകത്തിലോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ ഒന്നുണ്ട്, ഞാൻ പ്രോഗ്രാമിന് പോകുമ്പോ എന്റെ കൂടെ വരും. വന്നു കഴിഞ്ഞ് ലൈറ്റ് വർക്കുകാരുടെ മുമ്പിൽ ഞാൻ കൊണ്ടിരുത്തും. അപ്പൊ അത് കണ്ടിട്ട് പ്രോഗ്രാം കണ്ടിട്ട് ഓടി വരും. എന്തിനാ സോഡ വെള്ളം കുടിക്കാനായിട്ട്. ഈ ഫീൽഡിൽ എന്റെ മോള് വന്നത്, ഇവിടെ വന്ന് എനിക്ക് ഏറ്റവും സന്തോഷം. ഭയങ്കര, എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ ആണ് ആള്. സാറേ, കലയിലെ ചോറ് കൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. ചേട്ടനും ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല, ചേട്ടനും ജോലി എടുത്തോണ്ട് വരും. മക്കളെ ഏൽപ്പിച്ചോണ്ട് പോകുന്ന എൻ്റെ ചേട്ടൻ്റെ അടുത്തായിരുന്നു. ചേട്ടൻ മരിച്ചു പോയതിന് ശേഷം പിന്നെ ഞാൻ ആ 1 വർഷം പ്രോഗ്രാമിന് പോകാതെ നിന്ന്. ഒരു ആക്സിഡന്റ് മരണമായിരുന്നു ചേട്ടൻ്റെത്. കാലിന് സ്വാധീനം ഇല്ലാത്ത ആളായിരുന്നു എൻ്റെ ചേട്ടൻ. അത് കഴിഞ്ഞിട്ട് അന്ന് എൻ്റെ 2 മക്കളെയും ഞാൻ തന്നെ, നാട്ടുകാരും വീട്ടുകാരും സഹായിച്ചാണ് ഞാൻ കല്യാണം കഴിച്ചു വിട്ടത്. പിന്നെ എനിക്ക് കിട്ടിയത് 2 മരുമക്കളല്ല, 2 ആമക്കളെ പോലെ ഞാൻ അവരെ. എപ്പോഴും എനിക്ക് പ്രോഗ്രാമിന് പോകുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് ശാരീരികമായിട്ടും
സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്നെ വിളിക്കുന്നുണ്ട് ആളുകൾ നൃത്തനാടകത്തിൽ. അല്ല ഇപ്പൊ സുമി ഇപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഈ ഫ്ലോറിൽ മാത്രമല്ല, ഈ മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ സുമിനെ അറിയാം. ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോകുമ്പോ എല്ലാരും അങ്ങ് വളയും മോളെ എവിടെ പോയാലും. അത് കാണുമ്പം തന്നെ എനിക്ക് സന്തോഷം. അഥവാ ഞാൻ കാണാതെ പോയാലും ഞാൻ പറയും മോളെ തോണ്ടേ, മോളെയൊക്കെ വിളിച്ച് വിളിക്കുന്ന നിന്ന് കാര്യം പറഞ്ഞിട്ടേ പോകാവൂ എന്ന് ഞാൻ പറയും. അല്ല ബീബി സുമിയുടെ വളർച്ച കണ്ടിട്ട് ഇപ്പൊ എന്ത് തോന്നണം? സന്തോഷമാണോ? സന്തോഷമാണ് അല്ലേ? മോനും പൈസ തരും, മോള് പൈസ കൊണ്ടുവന്നാൽ ഞാൻ മരുന്ന് മേടിക്കുന്നതും ഒക്കെ എനിക്ക് സുഖമില്ലാത്തതാ. കുഴപ്പമൊന്നുമില്ല, അത് റെഡിയാവും, എല്ലാം ശരിയാവും. ഒന്നാമത് വിറയിലും ഒത്തിരി ഗുളികകൾ ഞാൻ കഴിക്കുന്നുണ്ട്. അതെല്ലാം 23 കൊല്ലം ഉറക്കം ഉളച്ച് അതുകൊണ്ടാണ് ഇവിടെ വന്ന്. ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പം. അങ്ങനല്ല, ഇനി എന്തൊക്കെയാണ് അമ്മ, ഇനിക്ക് എന്തൊക്കെ കാണാനുണ്ട്? ഇനി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനി സുമിയുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അമ്മ ഇനി അതൊക്കെ കാണണ്ടേ? അസുഖങ്ങളൊക്കെ പെട്ടെന്നൊക്കെ ഭേദമാവട്ടെ. ഈ പറഞ്ഞൊരു വലിയ കലാകാരിയാണ് അമ്മ. അമ്മേനെ നമ്മുടെ ഈ ഫ്ലോറിൽ ഞങ്ങൾക്ക് വന്നതിലും ഞങ്ങൾക്ക് ഇവിടെ വെച്ച് കാണാൻ പറ്റിയതിലും ഞങ്ങളാണ് അമ്മയോട് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നത്. കാരണം ഞങ്ങളുടെ ഒരു വലിയ അനുഗ്രഹമാണത്. എന്നെ പഠിപ്പിച്ചത് അണ്ണന് സ്വന്തമായിട്ട് എൻ്റെ ഞങ്ങൾ 11 പേരായിരുന്നു. മൂത്ത ആങ്ങളെ കലാകാരനാ, ഒരു എളിയ കലാകാരൻ. അപ്പോൾ ആ മൂത്തണ്ണനെ 87 വയസ്സായി കിടപ്പിലാണ്. അപ്പോൾ അണ്ണന് വേണ്ടി നിങ്ങൾ 3 പേരും കൂടെ ഒരു ഹായ് പറയണം. അണ്ണന്റെ പേരെന്താണ്? കൊല്ലം ഭാർഗവൻ. കൊല്ലം ഭാർഗവൻ മാഷെ, എല്ലാ അസുഖങ്ങളൊക്കെ മാറി എല്ലാ ആരോഗ്യത്തോടും കൂടി ഇരിക്കുക. ഞങ്ങളുടെ എല്ലാവരുടെയും, ഞങ്ങളുടെ 3 പേരുടെയും മാത്രമല്ല, ഇത് ഐറ്റം വേറെ എന്ന ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും പേരിലുള്ള എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും വകയായിട്ട് ഒരു എന്നാലും ഒരുപാട് സന്തോഷം കണ്ടതിൽ കേട്ടോ, ഒരുപാട് സന്തോഷം. മനോജേ, മോന്റെ പേര് പറ. അദ്വൈത് കൃഷ്ണ. അദ്വൈത് കൃഷ്ണ, അടിപൊളി. മോനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. 8ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ്? പത്തനംതിട്ട നേതാജി ഹയർ സെക്കൻഡറി സ്കൂൾ. അടിപൊളി. സ്കൂളിലെ പിള്ളേരൊക്കെ അച്ഛനെ തിരക്കാറുണ്ടോ? പ്രോഗ്രാംസ് കാണാറില്ലേ? അച്ഛന്റെ ഫാൻസ് ആണോ എല്ലാരും? മോൻ മിമിക്രി കാണിക്കോ? മിമിക്രി ചെയ്യും ചെറിയ. എന്താ ചെയ്യുന്ന മിമിക്രി? തീപ്പെട്ടി കവറിനകത്ത് തീപ്പെട്ടിക്കൊള്ളി ഉണ്ടോ? നമ്മൾ സാധാരണ കുലുക്കി നോക്കുന്ന ശബ്ദം ഇല്ല, ആ ശബ്ദം. അടിപൊളി. ഇനി കാർ റേസിംഗ് ചെയ്യും. കാർ റേസിംഗ് ചെയ്. അടിപൊളി മനോജേ. ഒന്നും ഇല്ലാണ്ടിരിക്കില്ല, നമുക്കറിയാം. പിന്നെ ഇത് പറ, ഇയാളുടെ എങ്ങനെ നിൽക്കുന്നത് പറഞ്ഞു കൊടുക്ക ആരാണ്? പറ. എന്റെ പേര് ശ്രീജ. ശ്രീജ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ പത്തനംതിട്ട മൈക്രോ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. മൈക്രോ ലാബിൽ ഞങ്ങളുടെ മൈക്രോ ലാബിനും സ്റ്റാഫിനും എല്ലാവർക്കും വേണ്ടി ഒരു ഹായ് പ്രത്യേകം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? അപ്പൊ പത്തനംതിട്ട മൈക്രോ ലാബിലെ എല്ലാ സ്റ്റാഫിനും അവിടുത്തെ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു വലിയ 2018 തൊട്ട് ഞാൻ ഈ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അന്ന് തൊട്ട് എൻ്റെ കൂടെ നിഴലായി എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന 2 ടീമുകളാണ്. മനോജ്, ഇവരിങ്ങനെ കുടുംബക്കാരിങ്ങനെ പുറത്തിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കുമ്പോൾ തോന്നുന്ന ഒരു തോന്നൽ എന്താണ്? മനസ്സിൽ വരുന്ന ഒരു വികാരം എന്താണ്? ഇവരോട് ഞങ്ങൾ മത്സരിക്കുക. കാരണം പലപ്പോഴും ചോദിക്കാറുണ്ട്, ചിലപ്പം ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു, അന്ന് നടക്കാതെ വരുന്ന സന്ദർഭത്തിൽ ഇവള് പലപ്പോഴും പറയുന്നുണ്ട്, വെറുതെ എന്തിനു പോയിട്ട് ഇങ്ങനെ തല പുണ്ണാക്കുന്നു, ഇവിടെ ജോലി ചെയ്ത് ഉണ്ടായിരുന്നില്ല, അതിന് പോകുമല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇവരോട് തന്നെ തിരിച്ച് മത്സരിക്കുകയാണ്. എന്തെങ്കിലും കാലത്ത് രക്ഷപ്പെടുമ്പോൾ കൂടെ ഇവരും രക്ഷപ്പെടുമല്ലോ, ഇവർക്കും ഒരു പാഠമാവുമല്ലോ. അതിൻ്റെ വാശിക്കാണ് ഞങ്ങൾ ഇന്ന് ഈ സ്കിറ്റ്, ഞങ്ങൾ ഇത്രയും ഒരുപാട് സ്ട്രെയിൻ എടുത്ത സ്കിറ്റ് ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചത്. ആരോഗ്യകരമായ ഒരു വാശി, ഒരു മത്സരം. ഒറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ, അജീഷും മനോജും നല്ലൊരു ജോലി കളഞ്ഞിട്ടാണ് ഈ പണിക്ക് ഇറങ്ങിയത്. അതിനെക്കുറിച്ച് ഭാര്യമാരുടെ അഭിപ്രായം എന്താ? നമ്മൾ കട്ട സപ്പോർട്ട് അതിനോട്. ജോലി കളഞ്ഞെന്ന് പറഞ്ഞാലും പൈസയോടുള്ള ആക്രാന്തം ഒരിക്കലും ഇവർക്ക് ഉണ്ടായിട്ടില്ല. മുന്നോട്ട്, അതായത് 10 പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെയാണ് ഒരു മനുഷ്യന്റെ ബലം എന്ന് ഇവള് പറയാറുണ്ട്. എന്റെ പ്രതീക്ഷ സിനിമയാണ്. മനോജ് അഭിനയിച്ചത് ഞാൻ 2-3 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എനിക്കൊരു ചതിവ് പറ്റിയായിരുന്നു. ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് എന്നെ ഒരാൾ ചതിച്ചാൽ, ഞാൻ ഒരുങ്ങിയെല്ലാം റെഡിയായി പൊതി കെട്ടിയപ്പോൾ എന്നെ ഒരാൾ കോൾ ചെയ്തിട്ട് പറഞ്ഞു, മനോജ് എവിടെ? ഞാൻ പറഞ്ഞു വീട്ടിലാണ്. ട്രിവാൻഡ്രം വരെ വരണം, ഇതുപോലെ പടത്തിൽ നല്ലൊരു വേഷം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് വരാൻ പറ്റില്ല, ഞാൻ ജോലിക്ക് പോയി. ഇന്ന് വരാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ആ വേഷം പോകും, നിങ്ങളുടെ സൗകര്യം നോക്കി ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കൈ പൈസ ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ അവിടെ പൈസ മറിച്ച് എനിക്ക്, ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞ് 2 മണിയൊക്കെ ആയപ്പോൾ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇയാളിനെ വിളിച്ചപ്പോൾ ഇയാളുടെ എവിടെ നിൽക്കുക? ഞാൻ പറഞ്ഞു തമ്പാനൂർ നിൽക്കുക. തമ്പാനൂർ വന്നെങ്കിൽ തിരിച്ച് 12:00 വിട്ടോളാം.
അത് ആരാ അത്? ആരാണെന്ന് അറിയത്തില്ല. അത് പിന്നെ ആ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇല്ല, അത് മനോജിനെ പരിചയമുള്ള ആരോ തന്നെ. അത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അതൊന്നും വിഷയമാക്കണ്ട. അങ്ങ് സമയം ഉണ്ടായതിനൊക്കെ അത്രേ ഉള്ളൂ. എന്നെ തളർത്താതെ എന്റെ കൂട്ടത്തിൽ കട്ടയ്ക്ക് നിൽക്കുന്ന 2 പേരുണ്ടെന്ന് എനിക്ക് പേടിക്കാനൊന്നും. ഓക്കെ, അങ്ങനെ ഇത് കാണുന്ന എല്ലാ ജനങ്ങളും ഇല്ലേ, ഇത് കാണുന്നവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെ വലിയ കാര്യമല്ലേ? അല്ല, ഇപ്പൊ ചോദിച്ചില്ലേ നമ്മുടെ ജോലി രാജിവെച്ചതിനെ പറ്റി. ഞങ്ങള് 7 കൊല്ലം സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചവരാണ്. അപ്പൊ ഈ കണ്ട സമയത്തൊന്നും ജോലിയില്ല, ഞാൻ മറ്റേ പെയിന്റിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. പിന്നെ ഈ അടുത്ത കോവിഡ് സമയത്താണ് അത് മനോജണ്ണനാണ് എനിക്കൊരു ജോലി, മനോജണ്ണൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഷോറൂമിൽ മനോജണ്ണൻ എനിക്കൊരു ജോലി റെഡിയാക്കി തന്നു. പിന്നെ നമ്മൾ ഈ പ്രോഗ്രാം തിരക്കൊക്കെ അപ്പോൾ അവർ ലീവ് തരാത്ത കാരണം മനോജണ്ണൻ രാജിവെച്ചപ്പോൾ കൂടെ ഞാനും രാജിവെച്ചു. പക്ഷേ ഈ നിമിഷം വരെ ആ ജോലി കളഞ്ഞതിന് എൻ്റെ വൈഫിൻ്റെ ഭാഗത്തു നിന്നോ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ ഒരുവിധ വഴക്കും എനിക്ക് കേട്ടിട്ടില്ല. കാരണം ഈ കലാ ഫീൽഡ് കൊണ്ട് ഒരു നഷ്ടവും ഇതുവരെ ഉണ്ടായിട്ടില്ല, നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ജീവിതം. അടിപൊളി അടിപൊളി അടിപൊളി. ഇനി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് വരട്ടെ. നമ്മുടെ ഈ ടീമിലുള്ള എല്ലാവരുടെയും എല്ലാ സപ്പോർട്ടും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മാർക്കിലോട്ട് പോയാലോ? അപ്പോൾ ആദ്യം നസീർക്കയുടെ മാർക്ക് തന്നെ അറിയാം. ഞാനിപ്പോൾ കുടുംബമൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് ഒട്ടും കുറയ്ക്കുന്നില്ല. ഒരു 20,000 രൂപ എങ്ങനെ. അല്ല, കുടുംബത്തിന് മാത്രമല്ല, നല്ല സ്കിറ്റായിരുന്നു. ഞാനൊരു 25,000 രൂപ കൊടുക്കും. കാലയ്ക്ക് ഫൈനൽ നമുക്ക് എത്രയാണെന്ന് അറിയണ്ടേ? ഓക്കെ, അപ്പം എല്ലാ മാർക്കും വന്നേക്കും. മാറി നോക്കത്. നിങ്ങൾ നിങ്ങളുടെ ജോലിയോട് കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്കുള്ള പ്രതിഫലമാണ് ഇപ്പം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും മുൻപോട്ട് ഇതിലും കൂടുതലായിട്ട് വർക്ക് ചെയ്ത് ഗംഭീര സ്കിറ്റുകളുമായിട്ട് വലിയ വലിയ പൊട്ടിച്ചിരികളുമായിട്ട് വരണം. നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രാർത്ഥനയ്ക്ക് സപ്പോർട്ടിനോടൊപ്പം എന്നും ഞങ്ങളും ഉണ്ടാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു കൈഡി കൊടുക്കാം. ബിജുകുട്ടാ, നമ്മുടെ ഒരുപാട് സൂപ്പർ സ്റ്റാർസിന്റെ ടീമുകൾ ഇപ്പം നമ്മുടെ വേദിയിൽ വന്ന ഐറ്റം വേറെയിലുണ്ടെന്ന് അല്ലെ, വലിയൊരു ഭാഗ്യം. ഒരുപാട് പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്ന ടീമുകളുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചൈൽഡ് സൂപ്പർ സ്റ്റാർസിന്റെ ടീമിനെ വിളിച്ചാലോ? കുട്ടിപ്പട്ടാളങ്ങൾ. അടിപൊളി സൂപ്പർ സ്റ്റാർസ് തന്നെയാണ്. ഒരുപാട് കുട്ടിത്താരങ്ങൾ നമുക്കുണ്ട്. അതിൽ സൂപ്പർ സ്റ്റാർസ് ആയിട്ടുള്ള ഒരു 3 പേരെയാണ് നമ്മൾ ഇനി വിളിക്കാൻ പോകുന്നത്. സൈന്ധവ്, നിത കാർത്തിക ആൻഡ് ദേവി ലക്ഷ്മി. നല്ലൊരു കൈഡി. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. ഇവിടെ ഒരു മനുഷ്യനുണ്ട്, എന്ത് കാര്യത്തിന് വിളിച്ചാലും കൂടെ വരൂല. ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോണം. ഇപ്പതേ അമ്പലത്തിൽ പോയി പുണ്യാഹം മേടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പം അതിനും വയ്യ, അതിന് ഞാൻ തന്നെ പോവേണ്ടി വന്ന്. 1-ാം തീയതി ആയിട്ടെന്താ കാര്യം? കഴിഞ്ഞ 1-ാം തീയതി ഇവിടെ ഒരു എണ്ണം കെട്ടവൻ കയറി വന്ന്. എണ്ണം കെട്ടവൻ മുരളി. അവൻ ഇവിടെ കാല് കുത്തിയത് ഒരു കുഴപ്പമില്ലാതെ 15 ലിറ്റർ പാല് തന്നോണ്ടിരുന്ന പശു നിപ്പിച്ചരിഞ്ഞു. അത് മാത്രമല്ല, ഇവിടെ ഫുള്ള് നഷ്ടമായിരുന്നു. ഇന്നിനി എന്തൊക്കെ വന്നാലും 1-ാം തീയതി ആയിട്ട് അവനെ ഞാൻ ഇവിടെ കയറ്റൂല. നിങ്ങൾ എന്താ മനുഷ്യ ഇതുവരെ എഴുതില്ലേ? ഇനി വന്നേ. ഇന്നത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ദൈവമേ, ഇന്നവളുടെ ബർത്ത്ഡേ അങ്ങാണോ ഈ പെട്ട്. കഴിഞ്ഞ വർഷത്തുള്ള ബർത്ത്ഡേക്ക് ഞാൻ സാരി മേടിച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞ് എന്റെ എല്ലാ തുണി എടുത്ത് ഇവിടെ നാടോടികൾക്ക് കൊടുത്തു. അവസാനം ഞാൻ ഒറ്റ മുണ്ടില്ല ഒരാഴ്ച തള്ളി നീക്കിയത്. എന്തായാലും എവിടെ സോപ്പിട്ടേക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു സുമ. ഉണ്ട, അതൊന്നും അല്ല. ഇന്ന് 1-ാം തീയതി അല്ലേ? പിന്നെ നിങ്ങളുടെ കൂട്ടുകാരനില്ലേ മുരളി, അവ ഇവിടെ കഴിഞ്ഞ മാസം വന്നപ്പോ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് അറിയാലോ? എന്റെ പശു ചരിഞ്ഞ്. അത് മാത്രമല്ല, ഞാൻ 10-ാം ക്ലാസ്സിൽ തുല്യത പരീക്ഷ എഴുതി, അതിനും പൊട്ടി. നീ പഠിക്കാൻ പുറകോട്ടാന്ന് എനിക്ക് നിനക്കും അറിയാം. അതുകൊണ്ടാ നീ തോറ്റാലും നമുക്കറിയാം. പിന്നെ എന്തിനാടി അതെടുത്ത് അവന്റെ തലേ എന്നാ പിന്നെ അത് പോട്ടെ. പാവം എന്റെ അനിയെ, അവ ഒരു വണ്ടി എടുത്തപ്പോഴേക്കും അവനെ പോലീസ് ഓടിച്ചില്ലേ? ഈ പാവം അനി എവിടുന്നാ വണ്ടി എടുത്താന്നറിയാവോ? റെയിൽവേ സ്റ്റേഷനിൽ നാട്ടുകാർ കൊണ്ടിട്ടാക്കുന്ന വണ്ടി എടുത്തോണങ്ങ് പോയി. പിന്നെ പോലീസ് പിടിക്കത്തില്ലയോ? അവന് മാറിപ്പോയതല്ലേ? എങ്ങനെ മാറാനടി? നിന്റെ അനിയന്റെ വണ്ടി ഏതാ? ലൂണ. മാറിയെടുത്ത വണ്ടി ഏതെന്നറിയാവോ? 2.5 ലക്ഷം രൂപയുടെ ഡ്യൂക്ക്. ഇങ്ങനെ ന്യായീകരിക്കും. അതെ, നിങ്ങൾ എന്റെ കുടുംബക്കാരെ കളിയാക്കണമെന്ന് നിൽക്കണ്ട. നിങ്ങളുടെ അച്ഛനെ ഒരു പ്രാവശ്യം പോലീസ് പിടിച്ചതല്ലേ? അത് എങ്ങനെ പിടിച്ചെന്ന് ചോദിക്കും. എന്നെ പിടിക്കാനുള്ള പോലീസ് എന്റെ അച്ഛനെ പിടിച്ച്. അതും ഇവളുടെ അച്ഛൻ തന്നെ സ്വർണം പണയം വെക്കാൻ പോയപ്പോ. എന്നാലും നിന്റെ അച്ഛൻ ഞങ്ങളെ മുക്കോടുന്നത് പറ്റിച്ചല്ലോടി. മരിച്ചവരെ കുറിച്ച് അങ്ങനെയൊന്ന് പറഞ്ഞൂടാ. പാവം എന്റെ അച്ഛൻ എന്നും എന്നെ കാണാൻ വരും, അതും കാക്കയുടെ രൂപത്തില്. 100 വയസ്സ് എന്റെ അച്ഛൻ വന്നിരിക്കുന്ന കണ്ടാ? 65-ാമത്തെ വയസ്സിൽ ഓച്ചർ അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോ കമ്മറ്റിക്കാര് ഫ്രീ ആയിട്ട് കരിമ്പ് ജ്യൂസ് കുടിച്ചു. ആ എടുത്ത് മാക്ക് അടിച്ച്
കയറ്റി. എന്നിട്ട് ഷുഗർ വന്നാണ് ഇവളുടെ അച്ഛൻ മരിക്കണം. ഇപ്പൊ കാക്കയായിട്ട് വന്നപ്പോ 100 ആയുസെന്ന്. എടി ഇല്ലിരിക്കുന്ന കാക്ക നിന്റെ അച്ഛനല്ല. അതെങ്ങനെ നിങ്ങൾക്കറിയാം? നിന്റെ അച്ഛനാണെങ്കിൽ എന്നെ കൺവട്ടത്ത് വരത്തില്ലായിരുന്നു. മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിട്ട് ഇപ്പൊ തരാന്ന് പറയാ ശ്രീധരൻ. എന്നിട്ട് ഇതുവരെ ഞാൻ ആ പുള്ളിയെ കണ്ടില്ലേ. മനുഷ്യ ആവശ്യത്തിൽ കൂടുതൽ എന്റെ കുടുംബക്കാരെ വെച്ച് കൗണ്ടർ അടിച്ചില്ലേ? ഇനി മാറ്ററിലോട്ട് കടക്കാം. ഇന്നും കൂടെ ആ മുരളി ഇവിടെ കയറി വന്ന ഈ മാസവും കൂടെ നശിച്ചു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരൊക്കെ ഒന്ന് മുടക്കണം. കാര്യം ശരിയാണ്, അവന്റെ കൂട്ടുകാരാണ്. പക്ഷെ ചിലവർ 1-ാം തീയതി വന്ന് കയറി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ എന്തോ ചെയ്യും? എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എന്നാ പറ. ഞാനേ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നമ്മുടെ പട്ടിയെ കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് കുപ്പിച്ചില്ലും വെതർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഗേറ്റ് തുറന്ന് കയറുമ്പോ തല വീഴുന്ന രീതിയിൽ ഒരു കല്ലും കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട്. എന്നാ ക്രിയേറ്റിവിറ്റി അടി ഇതൊക്കെ. കൂടിപ്പോയി എടി. അവനെന്തായാലും പറ്റിയ നമ്മൾ പെട്ടുപോട്ടില്ലടി. നിങ്ങൾ പേടിക്കേണ്ട മനുഷ്യ, കുറുവ സംഘം കയറാതിരിക്കാൻ വേണ്ടി ചെയ്തതാന്ന് ഞാൻ പറഞ്ഞോളാം. അതാകുമ്പോ നമ്മൾ സേഫ് ആണല്ലോ. പിന്നെ ഇവിടെ 1-ാം തീയതി കയറാനായിട്ടേ നമ്മുടെ ബിജുക്കുട്ടൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ അയൽവാസി സെലിബ്രേറ്റ് ചെയ്യില്ലേ, പുള്ളിക്കാരൻ ഭയങ്കര ഐശ്വര്യാന്നാ പറയുന്നത്. എന്റെ പൊന്നോ, പുള്ളിക്കാരനെ ഇങ്ങോട്ട് വിളിക്കല്ലേ. പുള്ളിക്കാരനെ കാണാനുള്ള ഐശ്വര്യമുള്ളു. വീട്ടിൽ വന്ന് കയറി ഒരൈശ്വര്യമില്ല. ഇതേപോലെ 1-ാം തീയതി എന്റെ വീട്ടിൽ വന്ന് കയറി പ്ലാവെ ചക്ക ഇടാൻ കയറി. അച്ഛൻ ചക്ക വീഴുന്ന മുമ്പ് അച്ഛൻ താഴെ വീണു. അതുകൊണ്ട് ചക്ക എടുത്ത് ഐശ്വര്യ കയറ്റി. ചക്കയുടെ ആവശ്യം കയറ്റിയാ? അല്ല, അച്ഛനെ എടുത്ത് ഐശ്വര്യ കയറ്റി. എന്നാ പിന്നെ ഞാൻ എന്റെ അമ്മാവനെ വിളിക്കാം. നിന്റെ അമ്മാവന്റെ നാളെ ഏതാ? കാർത്തിക. ചില കോമഡി സ്കിറ്റ് പറഞ്ഞൊന്നും പോലെ മൂലാംബരണിയൊന്നും വന്നില്ലല്ലോ. ഇത് നല്ല നാളാ. നീ നിന്റെ അമ്മാവനെ വിളിക്കും. മുരളി വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു കരച്ചില് കേക്കാം. അവനോട് വരാൻ പറയടി. എന്താ മുരളി? അമ്മ കുറച്ച് പാല് തന്നു വിട്ടിട്ടുണ്ട്, അത് തരാൻ വന്നതാ ഞാൻ. നിങ്ങൾ മിണ്ടായിരിക്കും മനുഷ്യ. എല്ലാ മാസവും വന്ന് നമുക്കല്ലേ അവൻ പണി തരുന്നേ. ഇപ്രാവശ്യത്തെ പണി അവനിരിക്കട്ടെ. കേറി വന്നോളൂ മുരളി. ആ എടി, ആ പട്ടിയുടെ കുരയൊന്നും കേൾക്കുന്നില്ലല്ലേ? അവൻ ആ പട്ടിയെ പിടിച്ച് തിന്നാ. നീ അങ്ങോട്ട് ചെന്ന് നോക്കിയടി. മനുഷ്യ എന്തെണ്ണ ഇത്ര കാര്യമായിട്ട് നോക്കണേ? ഒരു എരണം കേട്ടവൻ എല്ലാ മാസവും വീട്ടിൽ വന്ന് കേറും. അവൻ കേറാതിരിക്കാൻ വേണ്ടി വെളിയിൽ ഒരു കെടി വെച്ചേക്കോളാം. എന്നാ പിന്നെ ഞാൻ അത് കണ്ടിട്ട് പാല് തരാൻ കേട്ടാ. നല്ല ഐഡിയ. അത് കണ്ടിട്ട് നമുക്ക് ഈ പാലെടുത്ത് അവളെ കൊണ്ട് ചായ ഉണ്ടാക്കി നമുക്ക് രണ്ടുപേർക്കും കുടിക്കാം. മുരളി എങ്ങനെ വന്ന്? ഞാൻ പിറകോശത്തോടെ വന്ന്. ഇന്ന് ഞാൻ സുദർശനന്റെ വീട്ടിൽ 1-ാം തീയതി ആയിട്ട് കയറി നേരെ മതിൽ ചാടി ഇങ്ങോട്ട് വന്ന്. വെറുതെ ഞാൻ ഇതിന് കയറി കിടന്ന് കറങ്ങണത് കാണുന്നില്ലല്ലോ. എന്തോ പ്ലാനായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് പോലെ ഇത്രയും വലിയ പ്ലാൻ ഇല്ലായിരുന്നു. മുരളി, നീ ഏരിയ മൊത്തം നശിപ്പിക്കാനുള്ള കോൺട്രാക്ട് വലിയ ഏറ്റെടുത്തിട്ടുണ്ട്. അറിയാൻ വേണ്ടി ചോദിക്കുക. ഒന്ന് പോയണ്ട അങ്ങോട്ട്. അടങ്ങണ്ണ നിങ്ങള്. ചേട്ടാ മുരളിയുടെ സൗണ്ട് ഒന്ന് കേ. കഴുകിയത് ചേച്ചി. ഇത് വെള്ളമല്ലേ ചേച്ചി? കിണറ്റില്ലേ വല ഇട്ടിട്ടില്ലേ ചേച്ചി? പൂ അടക്കണ വെള്ളത്തില് പുണ്യാഹുവായിരുന്ന. ഞാൻ അത് അറിഞ്ഞില്ല ചേട്ടാ. ഇനിയിപ്പോ കുഴപ്പമില്ല, ഞാൻ ഇതിന് കുടിക്കട്ടെ. കുഴപ്പമില്ലെന്നോ? നീ മേലെ വീട്ടില് കാല് കുത്തി പോവരുത്. മനുഷ്യ മര്യാദക്ക് ഇതിനെ ഇവിടെ നിന്ന് പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എന്തെങ്കിലും ചെയ്യും. ചേച്ചിക്ക് എന്തിനു പറ്റിയണ്ണാ? എടാ നീ ഒന്നും പറ്റണ്ട. നീ പാല് വെച്ചാൽ ഇവിടെ പോവാനാ. ഇന്ന് രാവിലെ ഇവിടെ ഒന്നുമില്ല തിന്നാൻ. അയ്യോ എന്റെ പൊന്നു മുരളി, ഞാൻ ഇവിടെ ഒന്നും വച്ചിട്ടില്ല. ഒരു യാത്ര ഉണ്ടായിരുന്നേ. യാത്ര ഉണ്ടാ? എന്നാ പിന്നെ ഞാനും കൂടെ വരാം കേട്ടോ. കണ്ടില്ലെങ്കിൽ ഇവിടെ ഭയങ്കര ബോറടിയാണ്. അയ്യോ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞേ വരൂ. അതെന്തായാലും എനിക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് എത്ര ദിവസം വേണമെങ്കിലും എനിക്ക് നിങ്ങളുടെ ഇവിടെ നിൽക്കാം. ഞാനും കൂടെ വരാൻ ചേച്ചി. മനുഷ്യ ഇനി വന്നേ. ഇന്ന് 1-ാം തീയതി ആദ്യം കയറി വന്നത് ഇയാളാ. ഈ വീട് ഇടിഞ്ഞ് തലയെ കൂടെ വീഴുന്നതിന് മുമ്പ് ഇതിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്ക്. നീ പുതിയ പട്ടിയെ മേടിച്ചെന്നറിഞ്ഞല്ലോടാ. അണ്ണ വാങ്ങിച്ച് ഡാഷ്. ഇപ്പൊ കള്ളന്മാരെ കാലമൊക്കെ അല്ലേ. അതുകൊണ്ട് അമ്മ പറഞ്ഞു ഒരു പട്ടിയെ വാങ്ങിക്കാൻ. കാരണം വീടൊക്കെ നോക്കാൻ ഒരാൾ വേണമല്ലോ. അതുകൊണ്ട് വാങ്ങിച്ച്. നീ സ്ഥിരമായിട്ടാ വീട്ടിലില്ലേ? ഉണ്ടെന്നാ പിന്നെ എന്തിനാ ഈ പട്ടിയുടെ ആവശ്യം? അല്ല എന്നെ കൂട്ടാനൊരു പട്ടിയെ വേണമെന്ന് പറഞ്ഞായിരുന്നു. നിന്റെ പട്ടിയൊന്ന് നോക്കട്ടെ. അണ്ണാ നമുക്ക് പോയി നോക്കാം. അപ്പൊ ഞാൻ അവളോട് പറയട്ടെ. ഡാഷ് സുമേ, ഞാൻ അവനെ അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവിടുവാണ്. മോളെ ഓ ശരി കൊന്നേനെ. ദൈവമേ, എന്റെ പുണ്യം മൊത്തം വൃത്തിയായിട്ട് നശിപ്പിച്ച് കാലെടുത്ത് വച്ചപ്പോഴേ കേടാണല്ലോ. ഇനി ഞാൻ വീണ്ടും 1 അമ്പലത്തിൽ പോണ്ടേ? നീ പെട്ടെന്ന് അകത്തോട്ട് പോട്ടെ. എന്റെ വണ്ടിയുടെ ചാവിയും ആ പേഴ്സും എടുത്തോണ്ട് വന്നു. അതിന്റെ 3000 രൂപയുണ്ട്. എന്താ മനുഷ്യ? എടി നീ പോയി എടുത്തോണ്ട് വരാ. നിങ്ങൾ കാര്യം പറ. എടി ഞാനും മുരളിയും കൂടെ അങ്ങോട്ട് പോയില്ലേ? ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് അവന്റെ പട്ടിയെ നോക്കി നിൽക്കുമല്ലോ. എവിടുന്നാന്ന് അറിയത്തില്ല. ഒരു ഓട് പൊട്ടി അവന്റെ തലയെ വീണ്. തല പൊളന്ന് ചോര വന്നു. അന്നാലും തന്നെ അവന്റെ ആശുപത്രി കൊണ്ടുപോയി. ഇപ്പൊ ഞാൻ അവന്റെ കൂടെ പുറകെ പോവാനാ. അല്ല ഇന്ന് 1-ാം തീയതി അല്ലേ? 1-ാം തീയതി അവിടെ ആദ്യം കയറിയതാരാ?
ഞാനാടി അവിടെ ഒന്നാം തീയതി കയറിയത്. നീ ആത്തോട്ട് പോയാ ചാവിയും ബേസും കടിച്ച ഞാൻ പോയി ഷർട്ട് ഇട്ടു. എവിടെ പോണ്? നിങ്ങൾ നീ വീട്ടിന്റെ അകത്തോട്ട് കാല് വെച്ചു പോകരുത്. എടി ഞാൻ നിന്റെ ഭർത്താവാണ്. ഭർത്താവായാലും എന്തായാലും നിങ്ങൾ അവിടെ ചെന്നിട്ടല്ലേ ഇത്രയും ദുരന്തം നടന്നത്. അതുകൊണ്ട് നിങ്ങൾ നീ വീട്ടിൽ കാല് കുത്തണ്ട. എനിക്ക് എന്റെ ജീവനി കൊതിയുണ്ട്. എന്റെ ചേച്ചിമാരെ വിശ്വാസമാവോ, പക്ഷെ എന്റെ ഭാര്യ കൂട്ട് അന്ധവിശ്വാസമാവല്ലോ. എടി സുമേ, ഈ എന്റെ വീടാ, ഞാനും കയറി ആത്തോട്ട്. അതെ, നിങ്ങൾ ഈ വീട്ടിന്റെ അകത്തോട്ട് കാല് വച്ച നിങ്ങളുടെ മുട്ടാല് ഞാൻ തല്ലി ഓടിക്കും. അല്ലേ വേണ്ട, ഇവിടെ നിക്കാം. പറഞ്ഞതുപോലെ ചെയ്യുന്നവളാണ്, അതാണ് സുമ. സൈന്ദവ്, നിത ആൻഡ് ദേവി ലക്ഷ്മി, നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു കൈഡി പിള്ളേർക്ക്. അടിപൊളി. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ സ്കിറ്റിനെ കുറിച്ചുള്ള കമന്റ്സ് നമുക്ക് നസീർക്കാൻ തന്നെ തുടങ്ങാം അല്ലേ? നന്നായിരുന്നു കേട്ടോ. ചെറിയൊരു ത്രെഡാണ്. ആ ത്രെഡ് നിങ്ങൾ 3 പേരും കുഴപ്പമില്ലാതെ ചെയ്തു. സൈന്ധവേ, നീ എല്ലാ ദിവസത്തെ പോലെയും ഇന്നും നിന്റെ മികവ് നീ തെളിയിച്ചിരിക്കും. അതേപോലെ ദേവിലക്ഷ്മി, നീയും കൊള്ളായിരുന്നു. നല്ല രസമുണ്ട്. നല്ല ഫ്ലോ ഉണ്ടായിരുന്നു നിന്റെ ഡയലോഗ് പ്രസന്റേഷനും കാര്യങ്ങളും ഒക്കെ. അതേപോലെ ഭാര്യ, എല്ലാവരും ഇവിടെ വന്ന് മെച്ചപ്പെട്ട് പോകും. ഓരോ ദിവസം കഴിയും തോറും, ഓരോ എപ്പിസോഡ് കഴിയും തോറും എല്ലാവരും ഗംഭീരമായിട്ട് വരിക. ഹാപ്പിയാണ് ഞങ്ങളും നിങ്ങളും എല്ലാം. അപ്പോൾ അടിപൊളിയായിട്ട് അടുത്ത പ്രാവശ്യം വരിക. തമാശകൾ ഇച്ചിരിയും കൂടെ ഒക്കെ ആകാം കേട്ടോ. ഇതിൽ തമാശ അത്യാവശ്യമുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. കുറച്ചുകൂടെ ചിരി വരും. ഓക്കെ, അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. ബിജുകുട്ടാ, മക്കളെ പൊളിച്ചടിക്കേട്ടോ. നന്നായിരുന്നു. നല്ല വൃത്തിയുള്ള സ്കിറ്റായിരുന്നു കേട്ടോ. കാരണം വലിയ ആളുകൾ കളിക്കുന്ന പോലെ തന്നെയാണ്. നിങ്ങൾക്കൊരു മറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. വലിയ ആൾക്കാർ വന്നാൽ ചിലപ്പോൾ മറന്നു പോകാറുണ്ട് ഇവിടെ. പക്ഷെ ഒറ്റ ഷോട്ടിലാണ്, ഒറ്റ ടേക്കിലാണ് നിങ്ങളുടെ പരിപാടിയൊക്കെ. നിത ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഭയങ്കര, കാരണം അത്രയും ഡയലോഗുകൾ ഒട്ടും എന്താണ് ഒരു ക്ലാഷില്ലാതെ ലെജിബിൾ ആയിട്ട് തന്നെ സംസാരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സുബിയൊക്കെയാണ് അങ്ങനെയൊക്കെ സംസാരിച്ചാണ് അല്ലേ? കാരണമാണ്. ആ ഓക്കെ, ഗ്രൂമേഴ്സ് ഉണ്ട്, ഞങ്ങൾക്കറിയാം. നമുക്കറിയാം. അല്ല, അവരെ താഴെ നിന്ന് നിങ്ങൾ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു വിടുവോ? ഞങ്ങളുടെ കാര്യം കൂടെ അവിടെ ഒന്ന് പറഞ്ഞു കൊടുത്തില്ല. അല്ല, അങ്ങനെ നമ്മൾ കേട്ടില്ല. സത്യം പറ സൈന്ധവേ, ആളാരാണ് ഏറ്റവും കൂടുതൽ? സാങ്കനങ്കളാണോ, രാജേഷ് അങ്കിളാണോ, ആരാണ്? 3 പേരും പറഞ്ഞു കൊടുത്തില്ല. നിങ്ങൾ കയ്യിൽ നിന്ന് സ്വന്തം മനസ്സിൽ നിന്ന് വന്നാണോ? ഇത് കേട്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും ഇതിനകത്ത് പറയാനുള്ളത്, ചില സമയത്തൊക്കെ ഒരാൾ സെൻട്രലൈസ് നിന്ന് കളിക്കുമ്പോൾ അയാൾ മാത്രം ഒരിക്കും കോമഡി. ഇതിപ്പോ നിങ്ങൾ 3 പേരും കട്ടക്കായിരുന്നു കേട്ടോ. നല്ല ഹ്യൂമർ ആയിരുന്നു. ഇപ്പൊ 3 പേർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. പതിവ് പോലെ തന്നെ ഈ പറയുന്ന പോലെ നല്ല തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ വരുമ്പോൾ എപ്പോഴും നമ്മൾ വലിയ ചേട്ടന്മാരോടൊപ്പം അവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ടെന്നൊക്കെ വിചാരിക്കുമെങ്കിലും നിങ്ങളുടെ പെർഫോമൻസ് പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. നിങ്ങൾ ഒരു കാരണം പോലും നിങ്ങൾ തെറ്റിക്കാറില്ല. നിങ്ങൾ എങ്ങനെയാണോ നമ്മുടെ ഗ്രൂമേഴ്സ് ചേട്ടന്മാർ പഠിപ്പിച്ചു വിടുന്നത് അതേപോലെ നിങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ട്. ഇന്നും ഈ പറഞ്ഞ അത്യാവശ്യം ചിരിക്കാനുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നസീർക്ക് ഈ പറയുന്ന പോലെ 1-ാം തീയതി ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ശീലങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? കണി കണ്ടു പോകണം, അല്ലെങ്കിൽ 1-ാം തീയതി പൈസ കൊടുക്കരുത് ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ലട്ടാ. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു 70 വയസ്സായ ഒരു വെല്ലുമ്മയുണ്ട്. ആ വെല്ലുമ്മ ചൂല് എടുത്ത് എപ്പോഴും അടിച്ചോണ്ടിരിക്കും. അപ്പൊ 75 വയസ്സെന്നൊക്കെ പറയുന്നത് സാരമല്ല. അപ്പൊ അത് കണ്ടിട്ട് ഇറങ്ങണത് എനിക്കൊരു പോസിറ്റീവ്. ചിലര് പറയും ചൂല് കണ്ടിട്ട് ഇറങ്ങാൻ പാടില്ല, കുടം കണ്ടിട്ട് ഇറങ്ങാൻ പാടില്ല. പക്ഷെ എനിക്കത് കാണുമ്പോ ഭയങ്കര കാലിക്കുടം ഇപ്പൊ ചൂലിട്ട് അടിക്കണ കാണാൻ പാടില്ല. പക്ഷെ ഞാൻ ആ അമ്മൂമ്മനെ കണ്ട് എന്ന് ഇറങ്ങുന്നോ നമുക്ക് പോയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വിജയിച്ചു വരെ നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ കാര്യത്തിൽ അത് അങ്ങനെ ഒരു അന്ധവിശ്വാസം എനിക്കില്ല. അല്ല, ഈ ബിജു പറഞ്ഞതിന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലാറ്റിലാണ്. അപ്പോൾ മിക്കപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പോകുന്ന നേരത്ത് രാവിലെ വരാൻ നേരത്ത് നമ്മുടെ അവിടുത്തെ ക്ലീൻ ചെയ്യുന്ന ലേഡീസ് ആരെങ്കിലും ഫ്ലാറ്റിന്റെ ഫ്രണ്ടിലുണ്ടാവും. നമ്മളെ കണ്ടുകൊണ്ട് അവരിങ്ങനെ ചൂല് മാറ്റും. അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട്, അതിലൊന്നും കാര്യമില്ല കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ ജോലിയല്ലേ ചെയ്യുന്നത്, അതിനകത്തൊന്നും കാര്യമൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുക. അങ്ങനെ പറയാറുണ്ട്. അതിനകത്തൊന്നും ചിലർ വിശ്വസിക്കുന്നവരുണ്ട്, ചിലര് അല്ലേ പൂച്ച വിലങ്ങൻ ചാടിയാൽ അങ്ങനെ പറയാറുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുന്ന പോലെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ അല്ലേ. നമ്മളെന്തായാലും അതിന് നല്ലൊരു തമാശ, ഒരു പ്ലോട്ട് കണ്ടുകിട്ടി. നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു. 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ടൈമും അടിപൊളി പൊട്ടിച്ചിരികളൊക്കെ ആയിട്ട് വരണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ നമുക്ക് നിങ്ങളുടെ മാർക്കിലോട്ട് കിടന്നാലോ? അത് നസീറങ്ങളോട് ചോദിക്കാം. ഞാനൊരു 8000 രൂപ കൊടുക്കുക. 8000 രൂപ, 8000 rupees ആണ് നസീറങ്ങൾ തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ തന്നാലോ? അപ്പം നസീറങ്ങൾ അത്രയും തന്ന സ്ഥിതിക്ക് ഞാൻ കുറയ്ക്കുന്നത് ശരിയാണോ? അപ്പൊ ഞാനും കുറയ്ക്കുന്നില്ല. ഞാനും ഒരു 8000 രൂപ ഞാനും തന്നു. ഓക്കെ, അപ്പൊ 8 8
എത്രയായി? 16. ദേവി ഒന്നൊന്ന് ശരിക്കൊന്ന് കൂട്ടിട്ട് ദേവി മോൾ 16 കിട്ടും. 16,000. 16,000 കിട്ടിയിരിക്കുകയാണ്. ബാക്കി ബിജുക്കോട്ടൻ അങ്കിൾ തരും. ഓക്കെ, ഞാൻ ബാക്കി തരാം. അത് കൊണ്ടുപോയിട്ട് കൂടോത്രം ചെയ്യരുത്. പരിപാടിയില്ല. പിടിച്ചോ. അടിപൊളി. 25,000 ആണ് കിട്ടിയിരിക്കുന്നത്. കൺഗ്രാചുലേഷൻസ് എന്തായാലും. അപ്പം അടുത്ത വേദിയിൽ കൂടുതൽ തമാശകളും ഒക്കെ കൂടുതൽ പൊട്ടിച്ചിരികളും ഒക്കെ ആയിട്ട് വരണം. ഓക്കെ, അപ്പം നല്ലൊരു ഗൈഡ് കൊടുക്കാം പിള്ളേർക്ക്. ഓൾ ദ വെരി ബെസ്റ്റ്. അതെ, ടൈമായി. ഗുഡ് നൈറ്റ് പറയുന്നത് ജീവയില്ല, അറിയാലോ. അപ്പൊ നമ്മൾ തന്നെ പറയണം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ഇഷ്ടപ്പെട്ടില്ല? എല്ലാ ഐറ്റംസും അല്ലേ? അപ്പോ നിങ്ങളും ഹാപ്പിയാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പൊ ഇന്നത്തേക്കിന് നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.